ഒരു വ്യക്തിയിൽ ഇത്തരമൊരു ബ്രഹ്മവർച്ചസ് രൂപപ്പെടുവാനുള്ള അനുഷ്ഠാനങ്ങളോടുകൂടിയ വികാസമാണ് ആത്മീയത. ആളെ കൂട്ടുന്നതല്ല. തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ കാണുന്ന ഒരു ഉൾക്കാഴ്ച, വരാനിരിക്കുന്ന പ്രകൃതിയുടെ തിരുവെഴുത്ത് വായിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച. ആ ലിപികൾക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നത് പുറത്തുനിന്നല്ല. തീർച്ചയായും ഈ സാധ്യത വരെ നീണ്ടു കിടക്കുന്നതാണ് മനുഷ്യ മസ്തിഷ്കം. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി, സ്ഥയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് ജന്മത്തെ എങ്ങനെ, ജന്മജന്മാന്തരങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ പോയത്. അതുവഴി നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ നോക്കിക്കണ്ട കാര്യങ്ങളുടെ ആകത്തുക നോക്കിയാൽ ഏറ്റവും പ്രധാനമായ നമ്മുടെ ബ്രെയിൻ, മസ്തുളങ്കം, അതിലെ മസ്തിഷ്ക പര്യങ്കാധര ദേശം, അതിലെ സൂക്ഷ്മങ്ങളായ സ്പന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രഫുല്ലമാക്കുന്ന വൈദ്യുത ഊർജം. യഥാർത്ഥത്തിൽ ആ വൈദ്യുതോർജമാണ് ഒരു വ്യക്തിയുടെ സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം ഇവയോടൊക്കെ ചേർന്ന് വളരെ ഭംഗിയായി പ്രകടമാകുന്നതെങ്കിൽ തപസ്സാർന്ന അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കേവലമായ ഒരു അറിവുണ്ടാവും. അത് കൊടുക്കുന്ന ഒരു ബ്രഹ്മവർച്ചസ് ഉണ്ടാവും, ഒരു പ്രകാശം ഉണ്ടാവും. ഇതൊക്കെയാണ് അന്ധവിശ്വാസമാണെന്ന് ആധുനികർ പറയുന്നത്. ആധുനികർ അടുത്ത കാലം വരെ പറഞ്ഞത്. ഇന്ത്യയിൽ, കേരളത്തിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ പേഷ്കാരാണ് ഉണ്ടായിരുന്നത്. പേഷ്കാർക്ക് സഞ്ചരിക്കാൻ അനുവാദമുണ്ടായിരുന്ന, വാഹനം ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേരളത്തിൽ. കേരളീയനായ ഒരു ഫോട്ടോഗ്രാഫർ, എനിക്ക് തോന്നുന്നു എറണാകുളംകാരനാണെന്ന് തോന്നുന്നു. സായിപ്പിൽ നിന്ന് ഫോട്ടോഗ്രാഫി പഠിച്ച് കൊട്ടാരം ഫോട്ടോഗ്രാഫറായി, തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ ഫോട്ടോഗ്രാഫറായി വളർന്ന ഒരു കൃഷ്ണൻ നായർ. കൃഷ്ണൻ നായർ സ്റ്റുഡിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ നമ്മുടെ ആർക്കൈവ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിലൊന്നാണ് പരുമല തിരുമേനിയുടെ ഫോട്ടോ. ഒരു ക്രിസ്ത്യൻ സന്യാസിയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഒരുപാട് ഫോട്ടോ കൃഷ്ണൻ നായരുടേതുണ്ട്. നാരായണ ഗുരുദേവൻ്റെ ഒരുപാട് ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോകളിൽ ചിലത് എടുക്കുമ്പോൾ പുറത്ത് പ്രകാശമില്ലാത്ത സമയത്ത് എടുത്തോളാൻ ഇവർ അനുമതി കൊടുത്ത ഫോട്ടോയാണെന്നാണ് പറയുന്നത്. വെളിച്ചത്തിൽ അല്ലാതെ എടുത്തത്. ക്യാമറയുടെ വെളിച്ച സാധ്യത ഉപയോഗിച്ചിട്ട് അല്ല, ഫ്ലാഷല്ലേ അങ്ങ് ഉദ്ദേശിച്ചു? അതെ അതെ അതെ. അല്ല, പ്രകാശം മങ്ങിയ ഒരു സമയത്ത് പകല് ഇപ്പോൾ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ ചിത്രങ്ങൾ, പ്രകാശമാനമായ ചിത്രങ്ങൾ. പ്രകാശമാനമായ ചിത്രം. അത് ഈ കാലഘട്ടത്തിലെ ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഫോട്ടോഗ്രഫിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രകാശരേണുക്കൾ പുറത്താണോ അകത്താണോ ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച് ഒരു പാഠ്യവിഷയം തന്നെയുണ്ട്. അതുകൂടെ ഉള്ളപ്പോഴാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കയറി ആർക്കും നേരിടാനാവില്ല. ഒരു വ്യക്തിയിൽ ഇത്തരമൊരു ബ്രഹ്മവർച്ചസ്
രൂപപ്പെടുവാനുള്ള അനുഷ്ഠാനങ്ങളോടുകൂടിയ വികാസമാണ് ആത്മീയത. ആളെ കൂട്ടുന്നതല്ല. മനസ്സിലായി സ്വാമിജി. തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ കാണുന്ന ഒരു ഉൾക്കാഴ്ച. മനസ്സിലായി സ്വാമിജി. വരാനിരിക്കുന്ന പ്രകൃതിയുടെ തിരുവെഴുത്ത് വായിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച. ആ ലിപികൾക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നത് പുറത്തുനിന്നല്ല. തീർച്ചയായും ഈ സാധ്യത വര നീണ്ടു കിടക്കുന്നതാണ് മനുഷ്യ മസ്തിഷ്കം. ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെയാകുന്ന തരംഗങ്ങളോടുകൂടിയ പ്രകാശപൂർണമായ ഒരു മസ്തുളങ്കത്തിന് സാധ്യമായ ലോകങ്ങളെ മുഴുവൻ തമസ്കരിച്ച് ജന്തുജാലങ്ങൾ പോലും മത്സരിക്കാത്ത ആഹാരനീഹാര മൈഥുനങ്ങൾക്ക് മത്സരിക്കുന്ന ഭരണാധികാരികളും അനുയായി വൃന്ദങ്ങളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളും കുടുംബങ്ങളും അതിലെ വ്യക്തികളും കൊണ്ട് നിറഞ്ഞ ലോകം. മാനവാ, നീ ലജ്ജിക്കണ്ടേ ഇതിലെന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ? തീർച്ചയായും സ്വാമിജി. നിന്റെ വിശാലമായ സാധ്യതയുടെ എത്ര ചെറിയൊരു അംശമാണ് തൊഴിലിന്, തീനിന്, കുടിക്ക് ഒക്കെ വിനിയോഗിക്കുന്നത്. മസ്തുളങ്കത്തിൻ്റെ അപാര സാധ്യതകളെ ഒരു കുപ്പി മദ്യത്തിലോ ചില്ലറ കൈക്കൂലിയിലോ ഒരു പുരുഷനിലോ സ്ത്രീയിലോ അവരോധിച്ച് പരിമിതാനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് പതിച്ച് സ്ഥേയ സങ്കല്പങ്ങളിൽ മുഴുകി സ്വയം കള്ളനായി കളവാർന്ന ചിത്രത്തെ മസ്തുളങ്കത്തിൽ വെച്ച് ആയിരം രോഗങ്ങൾക്ക് വിളനിലമായി എത്ര ഉന്നതനായി വളർന്നു വന്നുവോ അത്രയും പരിഹാസ്യനായി അധപ്പതിച്ച് മണ്ണിൽ നിന്ന് പിരിയേണ്ടി വരിക. അതിനേക്കാളും ഗുരുതരമായ സന്താന പരമ്പരകൾക്ക് വഴിയും വെച്ച് കൊടുക്കുക. ചുരുങ്ങിയ പക്ഷം എൻ്റെ ദുഃഖങ്ങളുടെ, എൻ്റെ പരിമിത സാധ്യതകളുടെ ലോകത്തിലേക്ക് പതിക്കാതെ അനന്ത സാധ്യതകളെ ഉൾക്കൊണ്ട് ആനന്ദപൂർവം ജീവിക്കാവുന്ന സന്തതി പരമ്പരകൾക്കെങ്കിലും ഇടം കൊടുത്തിട്ട് ഈ മണ്ണിൽ നിന്ന് പോയിരുന്നെങ്കിൽ പണ്ടൊരു കഥ പറയും. ഒരു അമ്പലത്തിൽ നമസ്കാര സദ്യ നടക്കുക. നദിക്ക് അക്കരെയുള്ള അമ്പലത്തിലാണ് നമസ്കാര സദ്യ നടക്കുന്നത്. നദിക്കിക്കരെയുള്ള ഗ്രാമത്തിലെ ബ്രാഹ്മണരെല്ലാം നമസ്കാര സദ്യയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. 19 പേരടങ്ങുന്ന ഒരു സംഘം നദി നീന്തിക്കിടന്ന് വേണം പോകാൻ. ഇപ്പം വെള്ളം എത്രയുണ്ടെന്നറിയില്ല പുഴയിൽ. ഉണ്ണി നമ്പൂരിയോട് പറഞ്ഞു, കൊച്ചു പയ്യനാ, നീ മുമ്പിൽ നടക്ക്. ഇവൻ മുമ്പിൽ നടക്കുകയാണെങ്കിൽ മുണ്ട് പൊക്കി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പുറത്ത് കുളിക്കുന്ന സ്ത്രീകളോ മറ്റുള്ളവരോ ഒന്നും കണ്ടാലും ഒന്നും കുഴപ്പമില്ല, കൊച്ചുകുട്ടിയാണല്ലോ. അതുകൊണ്ട് ഇവനോട് പൊക്കി പിടിച്ചോളാൻ പറഞ്ഞു. ഇവൻ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്ക് മുട്ടൊന്ന് മടക്കി നടക്കാൻ തുടങ്ങി. മുണ്ട് അതിനനുസരിച്ച് പൊക്കി. അപ്പം ഇവൻ്റെ പൊക്കുന്നതിനനുസരിച്ച് പുറകിലുള്ളവർ ഇവനെ നോക്കിക്കൊണ്ട് പൊക്കിയതല്ലാതെ ആഴം നോക്കി പൊക്കിയില്ല. ആദ്യം മുതൽ പാദം മൂടെ വെള്ളത്തിലായി പോകുന്നത്. അപ്പൊ ഇവൻ നടുക്കായപ്പോഴേക്ക് അരയറ്റം വെള്ളമായി. അപ്പോഴവൻ വയറിന് മുകളിലേക്ക് പൊക്കി. അപ്പൊ ഇവരും വയറിന് മുകളിലേക്ക് പൊക്കി. അപ്പൊ കണ്ടു നിൽക്കുന്നവർ ഇവര് പൊക്കി കിടക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ച്
പരിഹസിച്ച് ചിരിച്ചിട്ടും ഇവനെ നോക്കി പൊക്കിക്കൊണ്ട് ഇവർ നടക്കുകയാണ്. അക്കരെ കയറി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പാദമേ നനഞ്ഞിട്ടുള്ളൂ എന്ന് ഇവർ തന്നെ അറിയുന്നത്. അപ്പോൾ ഉണ്ണി നമ്പൂരിയുടെ അച്ഛൻ ചെയ്തത് മകനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. എനിക്ക് സമാധാനമായി. ഞാൻ മരിച്ചാൽ ആരാണുള്ളതെന്ന് വിഷമത്തിലായിരുന്നു ഞാൻ. അത്രയും ജനങ്ങളെ കബളിപ്പിക്കുമായിരുന്നു ഇയാൾ. അപ്പോൾ നീ ഉണ്ടല്ലോ എന്ന സമാധാനത്തോടെ ഇനി എനിക്ക് മരിക്കാം. സംഭ്രമജനകമായ അനാരോഗ്യകരമായ ജീവിതത്തിലേക്ക് പതിക്കുന്ന ഒരു പ്രക്രിയ അതിൻ്റെ എല്ലാ തലത്തിലും മസ്തുളങ്കത്തെ ബാധിച്ച് സ്ഥേയ വികൃതികളെല്ലാം വിദ്യാഭ്യാസമായി തീർന്ന് സകല രോഗങ്ങൾക്കും വിത്തിട്ട് വളർന്നു വന്നിട്ടും വൈദ്യശാസ്ത്രമോ സാമൂഹ്യശാസ്ത്രമോ മനഃശാസ്ത്രമോ മാനവ സാധ്യതയുടേത് എന്ന് അവകാശപ്പെടുന്ന ആധുനിക ആത്മീയ മാനവ ശേഷി വകുപ്പോ ഹ്യൂമൻ റിസോഴ്സ് വിദ്യാഭ്യാസ മന്ത്രിയൊന്നുമില്ല ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സേ ഉള്ളൂ. ഇനി ആധ്യാത്മികവാദികളോ ഒന്നും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടില്ല. തീർച്ചയായും. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ? രോഗത്തെക്കുറിച്ച് കാണുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ മാനസിക പാപങ്ങളാണെന്ന് അന്നേരം തോന്നി. അതെ, ശരിയാണ്. സ്വാമി. അതിൽ ഓരോന്നും പറയുമ്പോൾ അതാണെന്ന് തോന്നി. അതെ. വാക്പാപം പറഞ്ഞപ്പോൾ വാക്കാണെന്ന് തോന്നി. അതിലോരോന്നും ആണെന്ന് തോന്നി. ശാരീരിക പാപങ്ങളെ നമ്മൾ തുടങ്ങിയപ്പോൾ ഹിംസയ്ക്കാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നി. ഇപ്പം എന്ത് തോന്നുന്നു? സ്ഥേയം അതിനേക്കാളൊക്കെ വലുതാണെന്ന് തോന്നുന്നു സ്വാമിജി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ചതിയും വഞ്ചനയും കളവുമെല്ലാം എവിടെ ചെന്നാണ് ഉത്തരം തേടുക? സങ്കീർണങ്ങളും മാരകങ്ങളുമായ രോഗങ്ങളിലായിരിക്കുമോ? നിത്യവും നിരന്തരവുമായി രോഗങ്ങളെ ഉണ്ടാക്കുവാൻ ഇത് പര്യാപ്തമായി തീരുമോ? അതുകൊണ്ട് രോഗത്തിൻ്റെ ഏറ്റവും സങ്കീർണതയെ വച്ചുകൊണ്ട് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ടെങ്കിലും ആളുകൾ സത്യത്തിലൂടെ ജീവിക്കുവാൻ. സത്യത്തിലൂടെ ജീവിക്കേണ്ടി വരുന്നത് അന്യർക്കു വേണ്ടിയല്ല, തീർച്ചയായും സ്വാമിജി, രാഷ്ട്രത്തിന് വേണ്ടിയല്ല. നമ്മളിന്ന് സത്യം പറയണമെന്ന് പറയുന്നത് സാമൂഹികതയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുക. അതെ, അതെ. നീ സത്യം പറയണം, അത് സാമൂഹ്യ മര്യാദയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതെ സ്വാമിജി. പക്ഷെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായി സത്യം ആരും പറഞ്ഞു കേൾക്കുന്നില്ല. സത്യം പറയണമെന്ന് പറയുന്നവൻ പോലും സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നീ സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്റെ കോശം മാറി പ്രതിഷ്ഠിക്കപ്പെടും, ഇല്ലെങ്കിൽ നിന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ താറുമാറാവും. നീ കഴിക്കുന്ന ഒരാഹാരം സത്യം പുലർത്താത്ത നിന്റെ ഉമിനീരിൽ, നിന്റെ ബയലിൽ പാകപ്പെടുത്തി ജഠരാഗ്നി കൊണ്ട് പാകമായി മലവും സാരവുമായി വേർതിരിയുമ്പോൾ കള്ളം പറഞ്ഞ നീ മലമായി പുറത്തേക്ക് പോകേണ്ടതിനെ സ്വീകരിച്ചകത്തേക്ക് വിടുകയും സ്വീകരിക്കേണ്ട സാരത്തെ പുറത്തേക്ക് ചിലപ്പോൾ കളയുകയും ചെയ്തു എന്ന് വരാം. പുറത്ത് നീ ചെയ്യുന്ന കള്ളം നിന്റെ ദഹന വ്യവസ്ഥയിലെ ആദ്യത്തെ ദഹനപ്രക്രിയ എന്ന് പറയാവുന്ന ജഠരാഗ്നിയിൽ തന്നെ കളവേർപ്പെടുത്തി നിന്നെ ചതിച്ചു എന്ന് വരാം. അതെത്ര സങ്കീർണമാണ്. പുറത്തേക്ക് പോകേണ്ട മലം ശരീരത്തിലേക്ക് തിരിച്ചു കയറുക, മൂത്രം പുറത്തേക്ക് പോകേണ്ടതാണ്. പുറത്തേക്ക് പോകേണ്ട മൂത്രം അരിച്ച് പുറത്ത് കളയുന്നതിന് പകരം അതിലടങ്ങിയ യൂറിയ രക്തത്തിലേക്ക് കയറിപ്പോവുക.
ഇങ്ങനെ ഒരുപാട് രോഗങ്ങളില്ലേ സ്വാമിജി? അതുകൊണ്ടാണ് പറഞ്ഞത്. അതിശയം തന്നെയല്ലേ സ്വാമിജി അങ്ങനെ ആലോചിക്കുമ്പോൾ? ഇത് സൃഷ്ടിയുടെ വൈചിത്ര്യത്തിൻ്റെ ഘടന അറിയാവുന്ന ശാസ്ത്രത്തിന് അതിൻ്റെ പ്രജാപതിക്ക് തെറ്റുപറ്റുമോ? ഒരിക്കലുമില്ല സ്വാമിജി. നിന്റെ കള്ളത്തരങ്ങൾ നിന്റെ ശരീരത്തിൽ ഞാൻ എഴുതി കാണിക്കുവാൻ പോകുന്നു. ഞാൻ എഴുതി കാണിച്ചു തുടങ്ങിയാൽ നിന്റെ വൈദ്യവിശാരദന്മാർക്ക് നിന്നെ പ്രതി ഒരു കള്ളം ചെയ്ത് അവരുടെ ശരീരത്തെ എഴുതുവാൻ തക്കവണ്ണം ശരീരം തുടച്ചെനിക്ക് എഴുതാനുള്ള സൗകര്യം തരാനല്ലാതെ നിന്നെ രക്ഷിക്കുവാൻ പോലും അവർക്കാവില്ല എന്നൊരു വൈദ്യശാസ്ത്രം. മനസ്സിലായി സ്വാമിജി. നിന്നിൽ ഞാൻ എഴുതി കാണിക്കുന്നു, നിന്റെ ബോർഡിൽ ഞാനാണ് എഴുതിയത്. അത് ഞങ്ങൾ മായ്ച്ചു തരാമെന്ന് പറഞ്ഞാണ് അവർ അവകാശപ്പെട്ടു വരുന്നത്. അവരുടെ ബോർഡിൽ കൂടെ ഞാൻ എഴുതുമെന്നല്ലാതെ നിൻ്റെത് മായ്ക്കാനാവില്ല. മായ്ക്കണമെങ്കിൽ നീയും അവരും പുലർത്തേണ്ട സത്യസന്ധത വളരെ വലുതാണ്. ഇത്തരമൊരു അറിവ് തീർച്ചയായും പുറത്തേക്ക് പോകേണ്ടതാണ്. ഈ മലം പുറത്തേക്ക് പോകേണ്ടതാണ്. ഈ മൂത്രം മലത്തിന് നിറം കൊടുക്കുന്ന വസ്തുക്കളുണ്ട്. സ്റ്റീറോൾ തുടങ്ങി കൊളസ്ട്രോൾ ഉണ്ട്. ഈ സാധനമൊക്കെ ഓരോ രംഗത്ത് കടന്നു പോകുമ്പോഴും വലിച്ചു തിരിച്ചകത്ത് കയറ്റുന്നുണ്ട്. വിചിത്രമല്ലേ ഈ ലോകം? 18 വേഗങ്ങൾ, 6 വേഗങ്ങൾ, 4 വേഗങ്ങൾ, 3 വേഗങ്ങളൊക്കെ വയറിളകുമ്പോൾ ഉണ്ടാവും. 18 പ്രാവശ്യം വയറിളകി പോവുക. പെട്ടെന്ന് വയറിളകി തിരിച്ചു വന്നിരുന്നു, വേഗം വയറിളകി പോവുക. അതിൽ ഒരു തവണ പോകുമ്പോൾ വിഷം പോകാത്തത് കൊണ്ടാണ്, അത് തിരിച്ച് വലിച്ചെടുത്ത് അകത്തേക്ക് വിട്ടുകൊണ്ടാണ് സത്യസന്ധനായ ഒരുവൻ രണ്ടാമത് വീണ്ടും പോകാൻ പോകുന്നത്. അവിടെ ഈ വിഷം പോകുന്നത് തടയാതെ വെള്ളം കുടിച്ചു കൊടുത്ത് കളഞ്ഞ് ശുദ്ധമാക്കി എടുത്തു എന്ന് വരുമ്പോഴേ ഔഷധം കഴിച്ച് തടയാവൂ. അല്ലെങ്കിൽ കഴിക്കുന്ന ഔഷധവും ഈ കലർന്ന വിഷവും കലർന്ന് ഒരു കളവ് ശരീരത്തിൻ്റെ കോശാന്തരത്തിലേക്ക് വ്യാപിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ഈ മാലിന്യം രക്തത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ മാലിന്യം മജ്ജയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ മാലിന്യം പചിക്കാതെ മാംസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിൽ ഉണ്ടാക്കുന്ന വികൃതികൾ. ഒരു വീട്ടിലിരിക്കുന്ന ഒരു സാധനമെടുത്ത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ഉപയോഗിക്കുന്നിടത്തുനിന്ന് എടുത്തൊന്ന് മാറ്റിവെച്ച് കളിയായി നോക്കിയാൽ അയാൾക്കും ആ വീട്ടിലുള്ളവർക്കും ഉണ്ടാകുന്ന സംഭ്രമം മുഴുവൻ മനസ്സിലായില്ല. തലച്ചോറ് രേഖപ്പെടുത്തുകയാണ് അല്ലേ സ്വാമി എന്ന് പറയുന്നത് പോലെ നാം ഈ ആഹാരം അങ്ങോട്ട് കഴിച്ച് ഇത് പചിക്കാതെ മലമകത്തേക്ക് കടന്ന് ഒളിച്ചുകളി നടത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ കോശങ്ങളും നമ്മുടെ ആന്തരിക അവയവങ്ങളും സങ്കീർണമാകുന്ന വൈചിത്ര്യമുള്ള മാനവ സൃഷ്ടി. ആ സൃഷ്ടിയെയും അത് സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെയും അവൻ്റെ ഇച്ഛയെയും അവൻ്റെ ആദിശബ്ദത്തെയും ആന്തരികമായൊരു കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് ആ യോഗദൃഷ്ടിയിൽ വച്ച് ചരകനും സുശ്രുതനുമൊക്കെ ഇത് എഴുതുമ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. തീർച്ചയായും സ്വാമിജി. നമുക്കത് മനസ്സിലാകുന്ന ഭാഷയിൽ ആധുനികർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ അതും അറിവില്ലായ്മ കൊണ്ടാണ്. മറിച്ച് അതിനെ ആഴത്തിൽ കാണുകയും അതിനനുസരിച്ച് സത്യത്തിന് പ്രാധാന്യമുണ്ടാവുകയും സ്ഥേയത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്തില്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഈ പ്രക്രിയകൾ അത്രയും നമ്മെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ
പര്യാപ്തമാണ് എന്ന കാര്യം നാം മറക്കരുത്. മനസ്സിലായി സ്വാമിജി. ഒരു കളവ് നമ്മുടെ ദഹനേന്ദ്രിയത്തിൻ്റെ ആദിപർവങ്ങളിൽ, നമ്മൾ തുടക്കേ പറഞ്ഞുള്ളൂ, അതെ, ആദിപർവമാണ് ജഠരാഗ്നിയുടെ പാകം. അതിനെ ആസ്പദമാക്കിയുണ്ടാകുന്ന ഗ്യാസ് ഇഷ്ടമല്ല എന്നിരിക്കുന്ന ഒരാഹാരം തരുന്നയാളിനെ തൃപ്തിപ്പെടുത്താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ അകത്തുനിന്ന് വരുന്ന ഇഷ്ടമല്ലായ്മയും ഇഷ്ടമാണെന്ന ശബ്ദവും വ്യാവസായിക പ്രാധാന്യത്തിൽ ഇഷ്ടമാണെന്ന ശബ്ദവും ചേർന്നൊരു ഒളിച്ചുകളി നടത്തുമ്പോൾ എത്രമാത്രം ഗ്യാസ് ഫോം ചെയ്യും, എത്ര ആസിഡിറ്റി ഉണ്ടാവും. ഇതിനെല്ലാം മരുന്ന് കഴിച്ചു മാറുമോ? ഒരിക്കലല്ല സ്വാമിജി. ഇതുണ്ടാക്കുന്ന അസ്വസ്ഥത എത്രയാണ്? ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ സ്വച്ഛന്തമായി? ഒരാളോട് സമാധാനമായി വർത്തമാനം പറയാൻ പറ്റുമോ? കൂട്ടുകൂടിയും ജങ്ക് ഫുഡുകൾ കഴിച്ചും അടിച്ചു പൊളിച്ചും നടക്കുമ്പോൾ, അന്യരെ ബോധ്യപ്പെടുത്തുമാർ അടിച്ചു പൊളിക്കുമ്പോഴെല്ലാം തൻ്റെ ഏകാന്തതകൾ തികച്ചും ദുഃഖപൂർണങ്ങളാണ്. ഒരു സമയത്ത് അടിച്ചു പൊളിക്കുന്നതിൻ്റെ ആവേഗങ്ങളോടുകൂടിയ ആവശ്യമില്ലാത്ത മുന്നേറ്റവും, അത് കഴിഞ്ഞ് താൻ തനിച്ചാകുമ്പോഴേക്ക് തൻ്റെ കൂടിനുള്ളിൽ ഒളിക്കുന്ന ആലസ്യം തികഞ്ഞ മന്ദതയും, ആധുനിക ജീവിതത്തിൻ്റെയും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക ഔദ്യോഗിക ജീവിതത്തിൻ്റെയും മുഖമുദ്രയായി മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്ഥേയമില്ലാതൊന്ന് ജീവിക്കുവാൻ ശ്രമിച്ചു നോക്കുകയായിരിക്കണ്ടേ